ശബരിമലയിലെ ഭക്തജന തിരക്ക് തുടരുന്നു. ഇന്നലെ 1,50,000 ഭക്തർ ദർശനം നടത്തി. ഈ സീസണിൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിന് എത്തിയതും ഇന്നലെയാണ്. സോണൽ കൃഷ്ണ അവിടെ നിന്നും വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സോണൽ, ഗുഡ് മോർണിംഗ്. സന്നിധാനത്തെ വിശേഷങ്ങൾ പങ്കുവയ്ക്കൂ. നിരവധി ഭക്തർ ഇപ്പോഴും എത്തുന്നുണ്ടെന്നറിയാം. തിരക്ക് ഇന്ന് എങ്ങനെയുണ്ട്? ക്രമാതീതമായ തിരക്കുണ്ടോ? നിയന്ത്രണ വിധേയമാണോ? അവരൊക്കെ വളരെ സൗകര്യപൂർവ്വം ദർശനം നടത്തി മടങ്ങുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, വലിയ തിരക്കാണ് ഇന്നും സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ഈ തീർത്ഥാടന കാലത്ത് ഏറ്റവും കൂടുതൽ അയ്യപ്പന്മാർ സന്നിധാനത്തെത്തിയത് ഇന്നലെയാണ്. 1,50,000 പേരാണ് ഇന്നലെ മാത്രം സന്നിധാനത്തെത്തി അയ്യപ്പനെ കണ്ട് തൊഴുതത്. അതൊരു റെക്കോർഡാണ്. പക്ഷേ ഇന്ന് രാവിലത്തെ ഈ ഒരു തിരക്ക് കാണുമ്പോൾ ആ റെക്കോർഡ് മറികടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക തലത്തിൽ നിന്ന് ലഭിക്കുന്ന വിവരം. പമ്പ മുതലേ ഇപ്പോൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ സംഘമായി തിരിച്ചാണ് സന്നിധാനത്തേക്ക് അയ്യപ്പന്മാരെ വിടുന്നത്. മരക്കൂട്ടം മുതൽ ഇങ്ങോട്ടേക്ക് കടുത്ത നിയന്ത്രണമാണ്. കാരണം സന്നിധാനത്തെ തിരക്ക് കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത്. അതിന്റെ ക്രമീകരണത്തിന്റെ ഭാഗമായിട്ടാണ് പമ്പ മുതലേ ഇത്തരത്തിലൊരു ഒരു ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത് എന്ന് വേണം നമുക്ക് നോക്കിക്കാണാം. നാളെയും മറ്റന്നാളുമാണ് പ്രധാനമായി ഉത്സവങ്ങൾ നടക്കുന്നത്. അതായത് തങ്കയാങ്കി നാളെ ഉച്ചയോടെ പമ്പയിലെത്തും. അതിനുശേഷം വൈകിട്ട് സന്നിധാനത്തെത്തും. നാളെയാണ് തങ്കയാങ്കി ചാർത്തിയുള്ള ദീപാരാധന ഉൾപ്പെടെയുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ ഓൺലൈൻ വഴി 50,000 പേർക്കാണ് പ്രവേശനം അല്ലെങ്കിൽ ശബരിമലയിൽ എത്താനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. സ്പോട്ട് ബുക്കിംഗിൽ 5,000 പേർക്ക് മാത്രമായിരിക്കും നാളെയും മറ്റന്നാളും അവസരമുണ്ടാവുക. അതുകൊണ്ട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റന്നാൾ ഒരു പക്ഷേ മണ്ഡലപൂജ നടക്കുന്നതിനാൽ 60,000 പേർക്കാണ് ഓൺലൈൻ വഴി പ്രവേശനം അനുവദിച്ചിട്ടുള്ളത്. 5,000 പേർക്ക് സ്പോട്ട് ബുക്കിംഗും അനുവദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നതെന്ന് മനസ്സിലാവുന്നു. അപ്പോഴും വളരെ സുഗമമായി തൊഴുകൈകളോടെ ശരണം വിളികളോടെ ഈ ഭക്തജനങ്ങളൊക്കെ ദർശനം നടത്തി മടങ്ങുന്നു. അതൊരു സായുജ്യമായി കാണുന്നു. അവധി ദിവസം കൂടിയാണ്. നാളെ ക്രിസ്മസിന്റെ അവധി ആയതുകൊണ്ട് പലപ്പോഴും ഉദ്യോഗസ്ഥർക്കൊക്കെ മല കയറാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും നാളെ. പലരും മല കയറാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടാവണം. അങ്ങനെ ആഘോഷങ്ങളിലേക്ക് പോവുകയാണ്. തിരക്കുകൾ അങ്ങനെ ഗംഭീരമായി പോകുന്നു. ചില നിയന്ത്രണങ്ങളുണ്ട്, എങ്കിൽ കൂടി കാര്യങ്ങളെല്ലാം സുഗമമാണ് എന്നാണ് സോണൽ കൃഷ്ണ പങ്കുവയ്ക്കുന്ന വിവരം.